വഴിയിൽ പതിയിരുന്ന മരണവും കരങ്ങളിൽ വഹിച്ച ദൈവവും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. ഫെബ്രുവരി 3-ാം തീയതി ഏകദേശം രാവിലെ 6:30 മണിയോടടുക്കുന്ന സമയം. 2-ാം തീയതി വിശുദ്ധ ഞായറാഴ്ചയുടെ ദിവസം രാവിലത്തെ സെക്ഷൻ മീറ്റിംഗ് കഴിഞ്ഞു, രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് കഴിഞ്ഞു. ഒത്തിരി ടയേർഡാണ്, എങ്കിലും ക്ഷീണം മാറ്റിവെച്ച് അല്പസമയം ദൈവസന്നിധിയിൽ ആയിരുന്നു. തുടർന്ന് വിശ്രമിച്ചു. അതിരാവിലെ ഏകദേശം 2 മണിയാകുന്ന സമയത്ത് പ്രാർത്ഥിച്ച് ഞങ്ങളൊരു യാത്ര പുറപ്പെടുന്നു വയനാടിലേക്ക്. 470 കിലോമീറ്ററിലധികം ദൂരത്തേക്ക്. അപ്പോൾ യാത്രയ്ക്കുള്ള കാരണം ഞങ്ങളുടെ ഒരു വിശ്വാസിയുടെ ഭവനം സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദീർഘനാളായുള്ള ബന്ധം പ്രൈസർ ഫാമിലിയുടെ സ്ട്രോങ് പില്ലറായി കർത്താവ് നിർത്തിയിരിക്കുന്ന വാത്സല്യ സഹോദരി, പ്രിയ സഹോദരിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അവരുടെ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയുടെ മറുപടി ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും അതിൻ്റെ നന്മകൾ അനുഭവിക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് അവസരം തന്ന കുടുംബം. ആ കുടുംബത്തിൽ ചില പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഓരോ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തുന്നു. പ്രാർത്ഥിച്ച് അതിൽ നിന്ന് പുറത്തു വരുവാൻ അവർക്കൊപ്പം ചേർന്ന് അവരെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുവാൻ, അവർക്ക് വേണ്ടി ഉപവസിക്കുവാൻ ഞങ്ങളെയും ശക്തിപ്പെടുത്തുന്നു. അവിടെ തലമുറകളുടെ മേൽ വെളിപ്പെടുന്ന ഒരു വെല്ലുവിളി ആ ദേശത്തിൽ വ്യാപരിക്കുന്ന ആ സഹോദരിക്ക് ആ കാര്യങ്ങൾ വ്യക്തമായി അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. കാരണം പ്രൈസർ ഫാമിലിയോട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് വെളിപ്പെടുത്തുകയും അവർ അതേ ദൈവദാസനെ അങ്ങനെ തന്നെയാണ്, ആ ദേശം അങ്ങനെ തന്നെയാണ്, അവിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അനുഭവങ്ങൾ ഉണ്ട് എന്ന് പറയുമാറായിട്ടുള്ളത് ഞങ്ങൾക്കറിയാം. തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം, പ്രത്യേകിച്ച് ഇളയ തലമുറയെ റോഡിൽ തകർത്ത് കളയുവാൻ വെല്ലുവിളിയുമായി വാദിച്ചു നിൽക്കുന്ന ആ പൈശാചിക മണ്ഡലം 3 തവണ വലിയ അപകടമുണ്ടാകുന്നു. വലിയ പ്രതിസന്ധിയിലൂടെ ആ കുഞ്ഞ് കടന്നു പോകുന്നു. പക്ഷേ തൻ്റെ ജീവനൊന്നും സംഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് അവനെ സംരക്ഷിച്ചു, പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ഫലമായി. എങ്കിലും 3-ാമത്തെ ആക്സിഡൻറ്റ് അല്പം വലുതായിരുന്നു. ഒത്തിരി ഫ്രാക്ചേഴ്സ് ഉണ്ട്, ആശുപത്രിയിലായിരിക്കുന്നു. അപ്പോൾ അവിടെ ഒന്ന് കടന്നു പോകണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും ഈ സ്ഥിതി തുടരരുത്. ഞങ്ങൾ അതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഞങ്ങൾ ആ ഭവനത്തിൽ കടന്നു പോയിട്ടില്ല, കാരണം ഇത്ര ദൂരമുണ്ടല്ലോ. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൂരം ഒരു വിഷയമല്ല, അത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് യാത്ര തിരിച്ചത്. ഏകദേശം 6:30 മണിയോടടുക്കുന്ന സമയം 230 കിലോമീറ്റർ ഞങ്ങൾ ക്രോസ് ചെയ്തു. എന്നാൽ എറണാകുളത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് വെച്ച്, പെരുമ്പാവൂരിന് തൊട്ടടുത്ത് വെച്ച്, MC റോഡിൽ വെച്ച് വലിയൊരു അപകടമുണ്ടായി. രാവിലെ 6:30 മണി സമയം, ഒഴിഞ്ഞ റോഡ്, അമിത വേഗത്തിൽ വാഹനങ്ങൾ പാഞ്ഞു പോകുന്ന റോഡ്, വലിയ ഭാരവാഹനങ്ങളൊക്കെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി സ്പീഡിൽ ഓടിക്കുന്ന സമയം. കാരണം ഒരു 9-10 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ MC റോഡിൽ കൂടെ സ്പീഡിൽ വാഹനങ്ങൾ ഓടിക്കുക ബുദ്ധിമുട്ടാണ്. ഭാരവാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ നിയന്ത്രണങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ വലിയ ടോറസും ടിപ്പറും ഒക്കെ ഹൈ സ്പീഡിൽ പോകുന്ന സമയം. ഞങ്ങളും അനുവദനീയമായ വേഗതയിൽ തന്നെ ആയിരുന്നു എന്ന് കരുതുന്നു. വലിയൊരു അപകടമുണ്ടായി. അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമെന്ന് അറിയണമെങ്കിൽ ഞങ്ങളുടെ വാഹനത്തിന് വന്ന നഷ്ടം മാത്രം ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സർവീസ് സെൻറ്ററിൽ നിന്ന് അതിന് തന്ന എസ്റ്റിമേറ്റ്, ഏകദേശം അവരുടെ ഒരു കാഴ്ചയ്ക്ക് തന്ന എസ്റ്റിമേറ്റ്, അവരുടെ നോട്ടത്തിൽ അവർ മനസ്സിലാക്കി തന്ന എസ്റ്റിമേറ്റ്, വണ്ടി പണിയാൻ തുടങ്ങിയിട്ടില്ല, അപ്പോഴേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ആ നോട്ടത്തിൽ കണ്ടു തന്ന എസ്റ്റിമേറ്റ് 4.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ആക്സിഡൻറ്റ് എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കൂട്ടിയിടിച്ചൊരു വാഹനത്തിലുണ്ടായിരുന്ന വ്യക്തിയുടെ കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു. വലിയ അപകടം. നിങ്ങൾക്കറിയാം, വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് വാഹനം വലത്തോട്ട് അധികമായി മാറിയാൽ വലതുവശത്തുകൂടെ ആ വേഗത്തിൽ കടന്നു വരുന്ന ഭാരവാഹനങ്ങൾ, ടോറസ് ഉൾപ്പെടെ ടിപ്പർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, സ്ഥിതി എത്ര ഭയാനകമായിരിക്കും. ഇടത്തോട്ടാണെങ്കിൽ റോഡ് വക്കിലെ പോസ്റ്റ്, മറ്റ് പല സാഹചര്യങ്ങൾ. അപ്പോൾ അത്രയും എന്താ പറയുക, പറഞ്ഞ് ഫലിപ്പിക്കുവാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ളൊരു അപകടത്തിൽ നിന്ന് ദൈവം ആ മരണം പതിയിരുന്ന വഴിയിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ഞങ്ങളെ തൻ്റെ കരങ്ങളിൽ
വഹിച്ചു. ആ കരങ്ങൾ അതെത്രമാത്രം സുരക്ഷിതമായിരുന്നു, ഞങ്ങൾക്ക് എത്രമാത്രം സുരക്ഷിതമായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അതിനകത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ തല പോലും തൊട്ട് മുമ്പിൽ പോയി ഇടിച്ച് മുഴയ്ക്കുവാനോ മുറിയുവാനോ ആ കരങ്ങൾ അനുവദിച്ചില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, MC റോഡിൽ ഇത്രമാത്രം വലിയ രീതിയിൽ വാഹനം ഇടിച്ചു തകർന്നിട്ടും അതിനകത്തായിരുന്ന ഞങ്ങളിൽ ആരുടെയും ഇങ്ങനെ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു, ഒരു രോമത്തിന് പോലും കേടുവരാതെ കാത്ത് പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ എന്നു മുതൽ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നുവോ അന്നു മുതൽ അതുവരെ ഇല്ലാത്ത വിധം പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്, കഷ്ടനഷ്ടങ്ങൾ, ആപത്തനർത്ഥങ്ങൾ അടിക്കടി കടന്നു വരാറുണ്ട്. പ്രിൻസിപ്പൽ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന നിങ്ങൾക്കത് കാണാപ്പാടമാണെന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം ഞങ്ങൾ ചുമന്ന ക്രൂശ്, ഞങ്ങൾ നടന്ന വഴികളിൽ ഞങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ നിങ്ങളുടെ ഉറപ്പാണ്, നിങ്ങളുടെ വിശ്വാസമാണ്. ഈ ദൈവം അവൻ ഭക്തനെ കൈവിടുന്ന ദൈവമല്ല, അവൻ ഒഴിവാക്കി ഉപേക്ഷിച്ച് കളയുന്ന, ഇവനെ കൊണ്ട് ഇനി പ്രയോജനമില്ല എന്ന് പറഞ്ഞ് നടന്നു പോകുന്ന ദൈവമല്ല, അവൻ കരങ്ങളിൽ വഹിക്കുന്നവനാണ് എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ട്. കേൾക്കണമേ, അவ்விധത്തിലുള്ള പ്രതിസന്ധികൾ അടിക്കടി കടന്നു വരുമ്പോഴും ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും, ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പകച്ചു പോകാതെ, ആ കഷ്ടതയിൽ തകർന്നു പോകാതെ എനിക്ക് പേഴ്സണലി ഉറപ്പും ധൈര്യവും പിന്നെയും മുൻപോട്ട് പോകുവാനുള്ള ധൈര്യവും തന്നൊരു വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്കണമേ, എൻ്റെ ദൈവം നിങ്ങളെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അതേ, നീ വഴിയിൽ തകർന്നു പോകുവാൻ, നീ വഴിയിൽ നശിച്ചു പോകുവാൻ, നീ അങ്ങെത്തിച്ചേരാതെ തീർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. പലരും സന്തോഷത്തോടെ പറയും, അതേ ദൈവദാസനെ, ഞങ്ങളത് അനുഭവിച്ചിട്ടുള്ളതാണ്. നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും പറയുവാൻ കഴിയും, അതേ, എൻ്റെ ദൈവം എന്നെ കരങ്ങളിൽ താങ്ങിയ വിധം, എന്നെ താങ്ങി നടത്തിയ വിധം. പലവരും മരണം തേടി വന്നിട്ടും ആ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ എന്നെ പൊന്നുപോലെ നോക്കിയ എൻ്റെ കർത്താവ്. പറയുവാൻ കഴിയാത്തവരോട് പറയട്ടെ, ഇന്നൊന്ന് തിരികെ പിന്നിലേക്കൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളും പറയേണ്ടി വരും, എൻ്റെ ദൈവം അത്രമാത്രം പല സാഹചര്യങ്ങളിൽ, പല അനുഭവങ്ങളിൽ നിങ്ങൾ തകർന്നു പോകാതെ കരങ്ങളിൽ വഹിച്ചിട്ടുണ്ട്. ഭാരപ്പെടേണ്ട മാതാവേ, പിതാവേ, നിൻ്റെ മകൻ്റെ ആ യാത്ര അത് ശരിയായുള്ളൊരു യാത്രയല്ല, നിനക്കതറിയാം. അപകടം നിറഞ്ഞ യാത്രയാണ്. നിനക്ക് ഉപദേശിച്ച് നേരെ നടത്തുവാൻ കഴിയത്തില്ല, നിനക്കായി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്തിന്? മനുഷ്യൻ്റെ വാക്കുകളോ മനുഷ്യൻ്റെ ആലോചനകളോ നിയന്ത്രണങ്ങളോ ഒന്നും അവനെ ശരിയായ നേർദിശയിലേക്ക് തിരിച്ചുവിടുവാൻ പര്യാപ്തമല്ല. ഭാരപ്പെട്ടായിരിക്കുന്നു. കേൾക്ക്, എൻ്റെ ദൈവം നിൻ്റെ തലമുറയെ അവൻ്റെ ഉള്ളം കരങ്ങളിൽ വഹിക്കും. ഇല്ല, നിന്റെ തലമുറ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മാതാവേ, ദൈവത്തെ അറിഞ്ഞ മാതാവേ, പ്രാർത്ഥിക്കുന്ന മാതാവേ, ശുശ്രൂഷക, നിൻ്റെ തലമുറകളെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന നിൻ്റെ തലമുറകൾ മദ്യപാനികളുടെ വായിലെ പാട്ടായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനുള്ള പരിഹാസ വിഷയമായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന സഹോദരി, സഹോദര, നിൻ്റെ തലമുറ നശിച്ചു പോകുവാൻ, പരാജയപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദരി, നിൻ്റെ പ്രതീക്ഷയാണ്, നിൻ്റെ പ്രത്യാശയാണ്, നിലനിൽപ്പാണ് നിൻ്റെ ഭർത്താവ്. അവൻ പോകുന്ന പോക്ക്, അയ്യോ, അതൊരു പോക്കാ ദൈവദാസനെ, തകർന്നു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. പലപ്പോഴും വീട്ടിൽ വന്ന് കയറുമ്പോഴാ ഒരു സമാധാനമുള്ളത്, ഇന്ന് എത്തിയല്ലോ എന്നൊരു ആശ്വാസം. ഇറങ്ങിപ്പോകുമ്പോൾ മുതൽ നെഞ്ചിനകത്ത് തിരികെ വരുമോ, വന്നാൽ ഏത് കോലത്തിലായിരിക്കും. കേൾക്ക്, അവൻ പോയതുപോലെ അവനെ തിരികെ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഓ, പ്രാർത്ഥിക്കുന്ന നിൻ്റെ ദൈവം, അമേൻ, ഉപവസിക്കുന്ന നിൻ്റെ ദൈവം, കരയുന്ന നിൻ്റെ ദൈവം, നിൻ്റെ ഭർത്താവ് തകർന്നു പോകുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ കേൾക്കണമേ ഭക്താ, അവൻ നിങ്ങളെ അവൻ്റെ കരങ്ങളിൽ വരച്ചിരിക്കുന്നു. ഓ, താങ്ക് യു ലോർഡ്. അമേൻ. സഹോദരി, തകർന്നു പോകത്തില്ല. നിന്റെ കുടുംബജീവിതം തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ, സർവശക്തനായ ദൈവത്തിൻ്റെ അതേക്കാൾ എനിക്ക് സന്തോഷം ദയാലുവായ, സ്നേഹനിധിയായ
എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നെ വരച്ചിരിക്കുന്നു. തകർന്നു പോകത്തില്ല സഹോദരി. നിൻ്റെ കുടുംബം തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദര, നിൻ്റെ ഭാര്യ നിന്നെ ഇട്ടേച്ചു പോയി, അതെ, അയ്യോ ആ പോക്കിൽ അവർ അങ്ങനെ അവൾ പോകത്തില്ല. നിൻ്റെ ഭാര്യ മടങ്ങി വരും. യെസ്, ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിൻ്റെ ഭാര്യ മടങ്ങി വരിക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതേ തകർന്നു പോകുവാൻ, തകർന്ന് നശിച്ചു പോകുവാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞ് ചിരിക്കുവാൻ, പരിഹസിക്കുവാനുള്ള ഒരു കാരണമായി പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, ദൈവസന്നിധിയിലായിരിക്കുന്ന നിന്റെ ജീവിതം തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ. അത്രയേ ഉള്ളൂ. തകർന്നു പോകാൻ അനുവദിക്കത്തില്ലെന്നേ. ഇല്ല സഹോദരി, നീ ജോലിയില്ലാത്തവളായി നീ ജോലി തെണ്ടി നടന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ഇവൾ ഏതുവരെ പോകും, ഇവൻ ഏതുവരെ പോകും, പെയ്യിട്ട് വരും, അപ്പം നമുക്ക് കാണാം എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ചില വിദ്വാൻമാരും അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ചിലവളുമാരും ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. അവരുടെ മുമ്പിൽ പിന്നെയും വന്ന് തലകുനിച്ച് കൈനീട്ടി നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ തൊഴിൽ നഷ്ടപ്പെട്ടവനായി മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവിടെ വെല്ലുവിളിയുണ്ട്, അറിയാം. ദൈവദാസനേ, ഒരിടത്ത് നിന്ന് എല്ലാത്തിനും കൂടെ പേടിച്ചാൽ ഇങ്ങോട്ട് വന്നു. ഇവിടെ മുഴുവൻ ശത്രുക്കളാണ്. എന്ത് കാര്യത്തിനാ അറിയത്തില്ല. പക്ഷേ എല്ലാം മുഖത്ത് നോക്കി ചിരിക്കുന്നത്, കാര്യം പറയുന്നത്, തോളിൽ കൈയിടുന്നത്, കൂടെ ഇരിക്കുന്നത്, ഒരു പാത്രത്തിൽ തിന്നുന്നത് എല്ലാം അങ്ങോട്ട് മാറിയ ശത്രുക്കളാണ്, അങ്ങോട്ട് മാറിയ വിരോധമായി. അയ്യോ, എന്ത് ഭാഗ്യവാനാ നീ. എന്താ തെറ്റിപ്പോയെന്നോ? തെറ്റിപ്പോയതല്ല, നിന്നെപ്പോലൊരു ഭാഗ്യവാൻ വേറെയില്ല. ആമേൻ. നിന്നെക്കാളും വലിയ ഭാഗ്യവാന്മാർ ഞങ്ങളാണ് ആ കാര്യത്തിൽ. ആമേൻ. ഇത് തന്നെയാണ്. പലപ്പോഴും ഞങ്ങളുടെ മൂത്ത മകൻ അവൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമ്പോൾ, പലർക്കും സപ്പോർട്ടുകൾ ചെയ്യുമ്പോൾ അവൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, പപ്പാ ഇത്ര കിട്ടിയിട്ടും മതിയായില്ലേ? കൂടുതലും എന്നോട് ചോദിക്കത്തില്ല, എൻ്റെ ഭാര്യയോടെ ചോദിക്കുന്നത്, വിജയോടെ ചോദിക്കുന്നത്, അമ്മ പണി കിട്ടാൻ സമയമായി, ഇത്രയായിട്ട് നിങ്ങൾ പഠിച്ചില്ലേ? നല്ല കാര്യമുണ്ടോ? ആമേൻ. കാരണം അവനറിയാം, പലപ്പോഴും അവൻ്റെ സന്തോഷങ്ങൾ പോലും മാറ്റിവെച്ച്, അവൻ ഞങ്ങളോട് അറിയിക്കുന്ന ആഗ്രഹങ്ങൾ പോലും പെൻഡിങ്ങിൽ വെച്ചാണ് ഞങ്ങൾ പലരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്, പല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഈർഷ്യയും അതിൻ്റേതായ ഒരു സ്വാഭാവികമായ ദേഷ്യവും ഒക്കെ അവനുണ്ട്. കുഞ്ഞല്ലേ, അവന് കിട്ടേണ്ട സന്തോഷം, അവന് കിട്ടേണ്ട നന്മകൾ, പ്രത്യേകിച്ച് ഈ അടുത്ത് ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഏറ്റവും വലിയ രീതിയിൽ ഞങ്ങളുടെ ബിഷപ്പ് സ്കൂളിൻ്റെ പ്രവർത്തനം കഴിഞ്ഞാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ഒരു ഫാമിലി, ഒരു മാതാവ്, 2 മക്കൾ, ഏകദേശം 1 വർഷത്തോളം അവരെ ഒത്തിരി നിലകളിൽ മരണം മാത്രമേ ഉള്ളൂ, മരണത്തിനായി ഞങ്ങൾ ഒരുങ്ങിയായിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടു പറഞ്ഞ സമയം മുതൽ മരണത്തിന് അവരെ ഏൽപ്പിക്കാതെ പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ഉപവസിക്കുവാനും മാത്രമല്ല, ആ 3 പേരെ അവരുടെ ഭക്ഷണകാര്യം, അവർക്കൊരു വീട് വാടകയ്ക്കെടുത്ത് കൊടുക്കുവാൻ, അവരുടെ കുഞ്ഞിൻ്റെ പഠനം, അവർ അതിനിടയ്ക്ക് ആശുപത്രിയിലായ സന്ദർഭങ്ങൾ, ഇവിടെയൊക്കെ ഒരു 3 പേർക്ക്, പ്രായപൂർത്തിയായ 3 പേർക്ക് വേണ്ടിയുള്ള ചിലവ്, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ അത്രയൊന്നും ഞങ്ങളുടെ നീക്കിയിരിപ്പിൽ വരാറില്ല. അങ്ങനെ അത്ര വലിയൊരു സാമ്പത്തികമായ അല്ലെങ്കിൽ ഫിനാൻഷ്യലായി സെക്യൂർഡ് ആയിട്ടുള്ളൊരു നിലയിലല്ല ഞങ്ങൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ മാറ്റി വയ്ക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിന് അവൻ്റെ ചില സന്തോഷങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട പണമാണ്. അപ്പോൾ അതിൻ്റെ ഈർഷ്യ അവനുണ്ട്. പക്ഷേ അവൻ ഇപ്രാവശ്യം ഒത്തിരി സങ്കടം വന്നു. കാരണം അവൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അവൻ്റെ ഒത്തിരി ഇഷ്ടങ്ങൾ, പലപ്പോഴും അവന് പുറത്തു പോകാൻ പറഞ്ഞ സന്ദർഭങ്ങളിൽ പോലും ഞങ്ങളത് മാറ്റിവെച്ച് അതിനു വേണ്ടി, വലുതായിട്ടൊന്നുമില്ല എങ്കിലും പുറത്തു പോകുമ്പോൾ ചെറിയ ചിലവുണ്ടാവുമല്ലോ, കുഞ്ഞല്ലേ, പ്രത്യേകിച്ച് ഇപ്പോഴാണെങ്കിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ ചെറിയ ചിലവുണ്ടാവും. ആ ചിലവിന് വേണ്ടി മാറ്റിവെച്ചതുപോലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ഇടയായി. പക്ഷേ ദൈവകൃപയാൽ പറയട്ടെ, ഞങ്ങളുടെ ഭാഗ്യം അതാണ്, നല്ലതുപോലെ പണി കിട്ടി. ആമേൻ, സ്തോത്രം. അത് ഭാഗ്യമാണ്, പണി നല്ലതുപോലെ കിട്ടുന്നത്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിഫലമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു ശുശ്രൂഷകനായി, അതിനേക്കാൾ വലിയൊരു വിശ്വാസിയായ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം, വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് തന്നെയാണ്. പലപ്പോഴും നമ്മളത് കേൾക്കാറില്ല, കാണാറില്ല. നമുക്ക് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രതിഫലം കിട്ടിയാൽ അത് അവിടെ തീർന്നു.
എന്നാൽ ഇവിടെ ചിലതിന് പ്രതിഫലമില്ലാതിരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ നിക്ഷേപം വർദ്ധിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഭാഗ്യവാനെന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. സ്വർഗത്തിൽ സഹോദര, ധനവാനായ രതീഷിനെ നീ കണ്ടുമുട്ടുവാൻ പോകുക. അത് തന്നെ. ഇവിടെ ചിലപ്പോൾ നമ്മൾ പാപ്പരായിരിക്കാം, നമ്മുടെ കയ്യിലൊന്നും കാണത്തില്ല. പക്ഷേ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം വലുതാണ്. നീ ഭാഗ്യവാനെന്ന് പറയുവാൻ കാരണം സ്വർഗത്തിൽ നിന്റെ നിക്ഷേപം വലുതാണ്. അവിധത്തിൽ പണികിട്ടി, ശത്രുക്കളാൽ പണികിട്ടിയായിരിക്കുന്ന നിന്നെ ദൈവം ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നീ അവരുടെ മുമ്പിൽ തലകുനിച്ച് തകർന്ന് പരാജയപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അവർ നിന്ദിക്കും, അവർ കുറ്റം പറയും, അവർ നിനക്ക് വിരോധമായി എഴുന്നേൽക്കും. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിച്ചവർ തന്നെ ആ വാഗൊണ്ട് തന്നെ നിനക്ക് വിരോധമായി പറയും, നിന്റെ തകർച്ച കാണുവാൻ വേണ്ടി. സ്തോത്രം. ഈ പാസ്റ്റർമാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യം, പാസ്റ്റർമാർ കേൾക്കുന്നുണ്ടല്ലോ, ഒരു വിശ്വാസി നമ്മളെ വിട്ടിട്ട് പോകണം, അപ്പം നമ്മൾ നല്ല ആത്മാർത്ഥതയായിട്ട് അവരോട് നിൽക്കുകയാണെങ്കിൽ അവർക്കങ്ങനെ എളുപ്പത്തിൽ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വിടത്തില്ല. നമുക്ക് അറിയാമല്ലോ, നമ്മൾ പിന്നാലെ ചെല്ലും, അയ്യോ സഹോദര സഹോദരി പോകരുത്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്, നിങ്ങൾ ദൈവസ്നേഹം അറിഞ്ഞവരാണ്, ഉറച്ചു നിൽക്കണം. കാരണം നമ്മൾ ജീവനെ കൊടുക്കുന്ന ഇടയൻ്റെ പിൻഗാമികളാണല്ലോ. നമ്മൾ അവസാനത്തോളം പോകും. അപ്പോൾ ചിലർക്ക് രക്ഷപ്പെട്ട് പോകണമെങ്കിൽ എന്തു ചെയ്യും? ആമേൻ. ശുശ്രൂഷക, ചിലർക്ക് പോകാൻ വേണ്ടിയാ നിന്നെക്കുറിച്ച് പലതും പറഞ്ഞത്, നിന്നെക്കുറിച്ച് പലതും പറയുന്നത്, നിൻ്റെ കുടുംബത്തെ പോലും പ്രശ്നങ്ങളുടെ മധ്യത്തിലാക്കുന്നത് ചിലർക്ക് നീ പിന്തുടരാതെ വണ്ണം പോകാൻ വേണ്ടിയാ. അവർ പെറ്റോട്ടേന്നേ. ആമേൻ. നീ വിഷമിക്കണ്ട, പ്രതിഫലമുണ്ട്. നീ കേട്ട കഠിന വാക്കുകൾക്ക് പ്രതിഫലമുണ്ട്. നിൻ്റെ ഹൃദയത്തിലേറ്റ മുറിപ്പാടിന് പ്രതിഫലമുണ്ട്. ആരും കാണാതെ പുറത്ത് ചിരിച്ചുകൊണ്ട് നീ കരഞ്ഞ കണ്ണുനീരിന് പ്രതിഫലമുണ്ട്. പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. ആമേൻ. അപ്പോൾ ഉള്ളംകരകളിൽ മരണത്തിനേൽപ്പിച്ചു കൊടുക്കാതെ നമ്മെ വരച്ച് പരിപാലിക്കുന്ന ദൈവം, സംരക്ഷിക്കുന്ന ദൈവം. നോക്കൂ, ആ സംരക്ഷണത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം, ആ ബന്ധത്തെ മുൻനിർത്തി പ്രവാചകനിലൂടെ ദൈവം അത് പറയുക. നോക്കൂ, പ്രവാചകൻ്റെ പുസ്തകം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49:15 ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? എത്ര ദൃഢമായ ബന്ധം അല്ലേ! ഈ ആശുപത്രി സന്ദർശനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ആശുപത്രിയിൽ ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ അടിക്കടി ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജ്, RCC ഇവിടെയൊക്കെ പോകാറുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ബന്ധമാണ് അമ്മ മകൻ, അപ്പൻ മകൻ, അപ്പൻ മകൾ, അമ്മ മകൾ ബന്ധം. RCCയിൽ നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. 20-25 വയസ്സുള്ള 25 വയസ്സുകാരനായ ഒരു മകനും അവൻ്റെ അമ്മയും, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ അമ്മയെ എടുത്തുകൊണ്ട് നടക്കുവാൻ കഴിവുള്ള പ്രാപ്തിയുള്ള മകൻ, എന്നാൽ ക്യാൻസർ എന്ന രോഗം ബാധിച്ച് ഒത്തിരി പേരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 വയസ്സുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ രോഗം കാർന്നു തിന്ന 25-കാരനായ മകൻ്റെ ശരീരവും താങ്ങി നടക്കുന്ന അമ്മ. കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ആ സ്നേഹത്തിൻ്റെ, ആ ബന്ധത്തിൻ്റെ ദൃഢത. അമ്മ, അപ്പൻ, മക്കൾ, ആ ബന്ധത്തിൻ്റെ ദൃഢത പലരുടെ കണ്ടു നിറയുന്നുണ്ട്. ആ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി. മരണമുഖാന്തരമായിരിക്കാം ആ വേർപാട്. മറ്റു ചിലർ എന്നെ പോലെ കരയുന്നുണ്ട്. ചിലരുടെ സ്വാർത്ഥത കൊണ്ട് ആ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്നോർത്ത്. അവർ നന്നായിരിക്കട്ടെ. പക്ഷേ ആ ബന്ധത്തിൻ്റെ ആഴം, വ്യാപ്തി ദൈവം പറയുന്നു. ആ ബന്ധം ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയേക്കാം. എങ്കിലും താങ്ക് യു ലോർഡ്. ആ വാക്യം ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും, ഇനി അങ്ങനെ സംഭവിച്ചാലും മറക്കാത്ത ദൈവം, എൻ്റെ ദൈവം നിങ്ങളെ മറന്ന് കളയത്തേയില്ല. അവൻ്റെ കരങ്ങളിൽ നിങ്ങളെ വരച്ചിരിക്കുന്നു. പരിഹസിക്കും, കളിയാക്കും, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, കരയുന്ന നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രതികൂലം കടന്നു വന്നു? ഞങ്ങൾ കേട്ട ചോദ്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ. ഇതാദ്യമല്ല കേട്ടോ. ആമേൻ. ഇത് ഇങ്ങനെ സീരിയസ് ആയിട്ട് അടിക്കടി സംഭവിക്കുന്ന കാര്യമാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ സാക്ഷ്യം.
ചർച്ചിൻ്റെ മുകളിൽ നിന്ന് 13 അടി ഉയരത്തിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്ത തറയിൽ വീണു. നടുവിന് 3 ഫ്രാക്ചർ ഉണ്ടായി. ഡോക്ടർ പറഞ്ഞു, അയ്യോ, എഴുന്നേറ്റ് നടക്കുന്ന കാര്യമൊക്കെ വഴിയെ പറയാം. അവിടെ നിന്ന്, ആ ആശുപത്രിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് മടക്കി വരുത്തിയ ദൈവം. കാരണം വീണു, അത് സത്യമാണ്. പക്ഷേ എൻ്റെ ദൈവം എന്നെ കരങ്ങളിൽ വഹിച്ചു. തുടർന്ന് തൊണ്ടയിലൊരു ഗ്രോത്ത് ഉണ്ടായി. ഒരു സർജറി ചെയ്യേണ്ടി വന്നു. ഇനി ഇതുപോലെ നിങ്ങളെ സംസാരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുവാൻ ഇടവരത്തില്ല എന്ന് കരുതി ലോകവും അങ്ങനെ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ ചില ദിവസങ്ങൾ കഴിയും മുമ്പേ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾക്ക് സ്തുതിയും സ്തോത്രവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. അവിടെ നിന്നും കർത്താവിനെ എഴുന്നേൽപ്പിച്ചു, കരങ്ങളിൽ വഹിച്ചു. പിന്നെ ഇവിടെ തകർന്നു പോകുവാൻ കർത്താവ് അനുവദിച്ചേയില്ല. പരിഹാസമുണ്ട്, നിന്ദയുണ്ട്. വിശ്വാസികൾ മാത്രമല്ല, എനിക്ക് മുമ്പേ കർത്താവിൻ്റെ വേലയിലേക്ക് വന്ന എന്നെക്കാൾ പ്രഗത്ഭരായി ഞാൻ എണ്ണുന്ന അനേകർ പരിഹാസശരങ്ങളുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രതിസന്ധികൾ കടന്നു വരുന്നുവെങ്കിൽ, ഇങ്ങനെ പ്രശ്നങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. പക്ഷേ അവർക്കറിയാത്തൊരു കാര്യം, ഞങ്ങൾ ഭവന പ്രാർത്ഥനയിൽ പാടുന്ന, ഞങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന, സന്തോഷത്തോടെ പാടുന്നൊരു പാട്ട്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ആ പാട്ടാണ്. ഞങ്ങൾ സന്തോഷത്തോടെ അതെടുക്കും. കാരണം കർത്താവായ യേശു ക്രിസ്തു ആ പാനപാത്രം എടുത്തതാണ്. ആമേൻ. ഞങ്ങൾ ഗതികെട്ട് കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങിയവരല്ല, കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞിറങ്ങിയവരാ. ആ പാനപാത്രം എടുക്കുവാൻ അന്നും ഇന്നും ഒരിക്കലും മടി ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥന. കർത്താവേ, നീ തരുന്നത് നന്മകളും അനുഗ്രഹമാണെങ്കിൽ അത് സന്തോഷത്തോടെ വാങ്ങി അങ്ങേ സ്തുതിക്കുന്നത് പോലെ, ദുഃഖമാണെങ്കിൽ അതേ സന്തോഷം തെല്ലുപോലും കുറയാതെ അതേ സന്തോഷത്തോടെ വാങ്ങി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതാണ് പ്രാർത്ഥന. ആമേൻ. കാരണം വചനം പിന്നെയും പറയുന്നു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ എൻ്റെ കർത്താവ് ആ കഷ്ടത്തെ ജയിച്ച കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ട്. എങ്കിലും സ്വാഭാവികമായും പ്രഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വിധത്തിലൊരു ഡൗട്ട് ഉണ്ടായേക്കാം. ദേവദാസനെ, ഇങ്ങനെ അടിക്കടി അപകടങ്ങൾ കടന്നു വരുന്നുണ്ടല്ലോ. കാരണം മറ്റൊന്നുമല്ല പ്രിയരെ, എന്തുകൊണ്ടാണ് സഭയുടെ മുകളിൽ നിന്ന് വീഴുന്ന ഒരു അപകടം ഉണ്ടായത്? ആ ജോലി എനിക്ക് വളരെ മനോഹരമായി അറിയുന്ന ജോലിയാണ്, ഞാൻ ഒത്തിരി നാൾ ചെയ്തിട്ടുള്ള ജോലിയാണ്. പക്ഷേ അവിടെ നിന്ന് പിശാചിനെ തള്ളി താഴെയിട്ടത്, അവിടെ കർത്താവിൻ്റെ വേലയിൽ ഇനി നീ ഉണ്ടാകരുത്. കാരണം ആ ദേശത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം ഭയപ്പെടുവാനായി തുടങ്ങി. ഇവർ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ പറഞ്ഞു ഒരു കൂട്ടത്തെ ചാക്കിലാക്കി തേരാപ്പാര നടത്തുന്നവനല്ല, ഇവൻ പാതാള ഗോപുരങ്ങളെ തകർക്കുന്നവരാണ്, പിശാചിൻ്റെ കോട്ടകൊത്തളങ്ങളെ തകർക്കുന്നവരാണ്. ഈ സ്ഥിതി തുടർന്നാൽ ഞങ്ങൾക്ക് അധിക കാലം ഈ ദേശത്തിനു മേൽ വ്യാപരിക്കുവാൻ കഴിയത്തില്ല, ഈ ദേശത്തിൽ യൗവനക്കാരെ പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല, ഈ ദേശത്തിൽ സംഹാര താണ്ഡവമാടുവാൻ കഴിയത്തില്ല, ഈ ദേശത്തിൽ ഓരോ കുടുംബങ്ങൾക്കകത്തും കണ്ണുനീരിൻ്റെ ഉറവകൾ തുറന്നു വിടുവാൻ കഴിയത്തില്ല എന്ന് പിശാച് തിരിച്ചറിഞ്ഞതുകൊണ്ട്, ഞങ്ങളുടെ ലക്ഷ്യം ആ ദേശത്തിലെ യൗവന സഹോദരന്മാർ ആയിരുന്നതുകൊണ്ട്, ഞങ്ങൾ റമാലയുമായി ബന്ധപ്പെട്ടായിരിക്കുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹവും നിലവിളിയും പ്രാർത്ഥനയും, യേശുവേ ഒരു 10,000 ആൾക്കാരെ ഞങ്ങൾക്ക് തരണമേ, അങ്ങനെയല്ല, നല്ലത് തരുന്നെങ്കിൽ സന്തോഷം. പക്ഷേ ഞങ്ങളുടെ ആഗ്രഹം ആ ദേശത്തിൽ നിന്ന് 5 യൗവനക്കാരെ ഞങ്ങൾക്ക് ആവശ്യം, ആ ദേശത്തിൽ നിന്ന് 5 യൗവനക്കാരെ ഞങ്ങൾക്ക് ആവശ്യം. മദ്യത്തിനും മയക്കുമരുന്നിലും ലഹരിയിലും പിടിക്കപ്പെട്ട കുടുംബങ്ങൾക്കകത്ത് തീരാ കണ്ണുനീരിന് കാരണമായ, മാതാപിതാക്കളുടെ കണ്ണുനീരിന് കാരണമായ, ഭാര്യമാരുടെ കണ്ണുനീരിന് കാരണമായ, മക്കളുടെ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തി കളയുന്ന 5 സഹോദരന്മാരെ ഞങ്ങൾക്ക് ആവശ്യം. പൈശാചിക മണ്ഡലങ്ങളോട് പോരാടുവാൻ, പിശാചിൻ്റെ പദ്ധതികളെ തകർത്ത് കളയുവാൻ. അതുകൊണ്ട് പിശാച് തകർത്ത് കളയുവാനായി ശ്രമിച്ചു. ഫലമോ, ഇന്ന് ആ വീഴ്ച കണ്ട് ഓടിക്കൂടിയവരൊക്കെ ആലയത്തിനകത്തുണ്ട്. അതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. 2 തൊണ്ടയിൽ ട്യൂമർ. ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണ്, സാധ്യതയില്ല. ഡോക്ടറിന് അങ്ങനെ പലതും പറയാം, മനുഷ്യരല്ലേ, തെറ്റുപറ്റാത്ത ഒരുവൻ നമ്മോടൊപ്പം ഉണ്ടല്ലോ. കാരണം മറ്റൊന്നുമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഈ ശബ്ദം പല മുറിക്കകങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പിശാച് ബാധിച്ചവർ ഈ ശബ്ദത്തിന് മുൻപിൽ പിശാച് പുറപ്പെട്ടു പോയി സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ
ദൈവിക പ്രവൃത്തി അത്ഭുതമായി വിടുതലായി നടക്കുന്നു. രോഗികൾ സൗഖ്യമാകുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, വഴികൾ തുറക്കപ്പെടുന്നു. അതേ, നിങ്ങൾ അവിധത്തിൽ സാക്ഷികളാണല്ലോ. ആമേൻ. അപ്പോൾ പിശാചങ്ങ് തീരുമാനിച്ചു, ഇനി ഈ ശബ്ദം ഉയരണ്ട. അത് പിശാചങ്ങ് തീരുമാനിച്ചാൽ പോരോ? അത് പിശാചങ്ങ് തീരുമാനിച്ചാൽ മതിയോ? തീരുമാനിച്ചോണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആമേൻ. ഈ ശബ്ദം ഉയരണമോ ഉയരണ്ടേ എന്ന് പിശാചോ മനുഷ്യരോ ഡോക്ടർമാരോ ലോകമോ അല്ല തീരുമാനിക്കുന്നത്. എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവത്തിന് ഈ ശബ്ദം ആവശ്യമുണ്ടെങ്കിൽ അതാവശ്യമുള്ള സമയം വരെ അത് മുഴങ്ങും. പിശാചിൻ്റെ പ്രവർത്തികൾ തകർക്കപ്പെടും. തകർന്നുപോയ കുടുംബങ്ങൾ പണിയപ്പെടുവാൻ തുടങ്ങിയപ്പോൾ പിശാചിൻ്റെ ആധിപത്യത്തിലായിരുന്ന കുടുംബങ്ങൾ കൗൺസിലിങ്ങിലൂടെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിലൂടെയും പണിയപ്പെടുവാൻ തുടങ്ങിയപ്പോൾ പിശാചിന് ഇരിക്കപ്പൊറുതിയില്ലാതായി. ആമേൻ. മാറി നിൽക്കുന്ന ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന പിശാചിന് ഇഷ്ടമാകുന്ന ശുശ്രൂഷയല്ല. ഭാര്യയുടെ അവിഹിതം കണ്ടെത്തി ഭർത്താവിൻ്റെ അവിഹിതം കണ്ടെത്തി പ്രവചനമാണെന്ന് പറഞ്ഞ് കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന ആ ശുശ്രൂഷ അല്ല. ആമേൻ. തകർന്നു പോയതിനെ പണിയുന്ന ശുശ്രൂഷ, പിശാചിൻ്റെ പദ്ധതികളെ തകർക്കുന്ന ശുശ്രൂഷ, തലമുറകൾ പിടിക്കപ്പെട്ട തലമുറകളെ പിശാചിൻ്റെ കൈക്കുള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്ന ശുശ്രൂഷ, ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിശാച് മിണ്ടാതിരിക്കുമോ? മിണ്ടാതിരിക്കത്തില്ല. അവിടെ കിടന്ന് ബഹളം വയ്ക്കത്തേ ഉള്ളൂ. അവിടെ നിന്നും കർത്താവ് പുറത്തു കൊണ്ടുവന്നു. പോയത് 2 തലമുറകളെ നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം എഴുന്നേറ്റ് നിൽക്കുന്ന സർപ്പശക്തികളാൽ ചുറ്റപ്പെട്ട ഭവനത്തിലേക്ക്, വയനാട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. തലമുറകളെ നശിപ്പിച്ച് കളയുമെന്ന് പലവരും പിശാച് എഴുന്നേറ്റു. അപ്പോഴൊക്കെയും ഇടിവിൽ നിന്നും മധ്യസ്ഥത അണച്ചു ഉപവസിച്ചു. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. ഏത് അവസ്ഥയിലായിരുന്നാലും കോൺടാക്ട് ചെയ്തോ. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായ ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു വിടുതൽ പൈശാചിക പ്രവർത്തികളിൽ നിന്ന് നിങ്ങളുടേതാകട്ടെ, നിങ്ങളുടെ തലമുറകളുടേതാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിൻ്റേതാകട്ടെ, നിങ്ങളുടെ ആത്മീയ ഭൗതിക ജീവിതത്തിൻ്റേതാകട്ടെ ഒരു വിടുതൽ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, മരണത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ ഇതിനൊരു അറുതി ഉണ്ടാകണം. അങ്ങനെയാണ് യാത്ര തിരിച്ചത്. പിശാച് അടങ്ങിയിരിക്കുമോ? ആമേൻ. പ്രാർത്ഥിക്കുന്ന കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആ സഹോദരിയുടെ കുടുംബത്തെ തകർത്ത് ദേശത്തിൽ ഞാനും നീയും വിളിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെക്കാൾ വലിയവനാണ് ഞാനെന്ന് പിശാച് തെളിയിക്കുവാൻ അക്കം കൂട്ടുമ്പോൾ, പിശാച് പേരെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ അടിയോടെ തകർക്കാൻ പോയാൽ വിടുമോ? വിടത്തില്ല. പിശാച് അലറിപ്പാഞ്ഞു വരും. കാറ്റാഞ്ഞു വീശും. തിരമാല ഉയർന്നു പോകും. പടക് മുങ്ങുമാറാകും. എങ്കിലും എത്തേണ്ട സ്ഥാനത്ത് ഞങ്ങളെത്തും. തിരിച്ചറിയുന്നവർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, തകർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. മരണം പതിയിരിക്കും. പ്രാർത്ഥിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾ ഇന്ന് പ്രാർത്ഥനയിൽ പോരാടുന്നത് ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെന്ന ശത്രുവിനോടല്ല. ഇന്ന് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ പോരടിക്കുന്നത് അനുസരണക്കേടിലേക്ക് തലമുറകളെ തള്ളിയിടുന്ന, അകൃത്യത്തിലേക്കും പാപത്തിലേക്കും തലമുറകളെ തള്ളിയിടുന്ന, ജഡമോഹങ്ങളിലേക്ക് കുടുംബങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന പൈശാചിക മണ്ഡലത്തോടാണ്. എഫെസോസിലെ അർത്തിമസ് ദേവിയുടെ, മഹാദേവിയുടെ പിന്നിൽ വ്യാപരിച്ച പൈശാചിക മണ്ഡലങ്ങളോടാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സഭാരാധന നിങ്ങൾ യൂട്യൂബിലുണ്ട്, കയറി കാണുക. തിരിച്ചറിയുക, നിങ്ങളുടെ പോരാട്ടം ചെറുതല്ല. ദേശത്തിലെ പൈശാചിക മണ്ഡലങ്ങളോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. പിശാച് അടങ്ങിയിരിക്കത്തില്ല. തകർത്ത് കളയുവാൻ എഴുന്നേൽക്കും. തകർന്നു പോകാതെ നിങ്ങളെ മുൻപോട്ട് നടത്തുവാൻ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. തകരാതെ നിൽക്കുന്നവരായി തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് കുറ്റപ്പെടുത്തലും പരിഹാസവും കളിയാക്കലുമായി കടന്നു വരുന്നവരോട് പോയി പണി നോക്കാൻ പറ. ആമേൻ. കർത്താവിൻ്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു എന്നെയും നിന്നെയും. കർത്താവ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. പിശാചിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ അനുവദിക്കത്തേയില്ല. അപ്പോൾ ആ ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. ആ അപകടത്തെ തുടർന്ന് വിശേഷങ്ങൾ അന്വേഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ, സഹോദരി, സഹോദരന്മാർ, കുഞ്ഞുമക്കളൊക്കെ ഞങ്ങൾക്കുണ്ട്. അതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിന്നെയും പ്രാർത്ഥിക്കുക. ആ വാഹനം തിരികെ ലഭിക്കേണ്ടതിന് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സ്തോത്രം, കരുതലുകൾ മുൻകാലങ്ങളിലെ പോലെ ഞങ്ങളോടുണ്ടായിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും വലിയ കാര്യങ്ങൾ ഞങ്ങളിലൂടെ പ്രവർത്തിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. പ്രാർത്ഥന ഒപ്പമുണ്ട്. അതുപോലെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും.
നിങ്ങൾക്ക് കടന്നു വരുവാനും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ലിങ്കിലൂടെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുവാനും അവസരമുണ്ട്. ലൈവായി നിങ്ങൾ പ്രാർത്ഥിക്കും. ലൈവായി നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിച്ചെഴുന്നേൽക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിള എന്ന് പറയുന്ന സ്ഥലത്ത് പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൽ ഞങ്ങളുടെ രാവിലത്തെ സെക്ഷൻ സഭാരാധനയുണ്ട്. കടന്നു വരിക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടിവരുത്തുക, അല്ലെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയതൊന്ന് ഈ ദിവസങ്ങളിൽ ചെയ്യും. വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ നമ്മുടെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. കടന്നു വരിക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക. ഒരുമിച്ച് ചേർന്ന് പൈശാചിക മണ്ഡലത്തെ ദേശത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാൻ നമുക്ക് യുദ്ധം ചെയ്യാം, ജയം പിടിച്ചെടുക്കാം. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണടച്ച വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം ഒരിക്കൽ കൂടി അടിയൻ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, മരണം പതിയിരുന്ന വഴിയിൽ കർത്താവെ തകർന്നു പോകാതെ നശിച്ചു പോകാതെ അടിയൻ അങ്ങ് കരങ്ങളിൽ കുടുംബമായി വഹിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ, അടിയൻ വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരിലെ രോഗികളെ യേശുവപ്പ ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കണമേ. ഇവർ അനുഭവിക്കുന്ന എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ, ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ, ചില മരണഭയങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ. യാത്ര ചെയ്യുമ്പോൾ വീഴ്ച ഉണ്ടാകുമെന്നുള്ള ഭയങ്ങൾ വീഴ്ത്തുവാൻ തക്കവണ്ണം പിശാച് എഴുന്നു നിൽക്കുന്ന ആ വെല്ലുവിളി യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ആമേൻ. ആക്സിഡൻറ്റിനെ തുടർന്ന് ആശുപത്രികളിലായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. ആക്സിഡൻറ്റിനെ തുടർന്ന് പറ്റിയ എല്ലാ ഫ്രാക്ചേഴ്സും സൗഖ്യമാകട്ടെ. സ്തോത്രം, സ്തോത്രം. അസ്ഥികൾ ചേർന്ന് വരട്ടെ, മാംസം ചേർന്ന് വരട്ടെ, മുറിവുകൾ ഉണങ്ങട്ടെ, എല്ലാ ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങട്ടെ, ട്യൂമറുകൾ മാറിപ്പോകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ അങ്ങ് നൽകണമേ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ, വിദേശങ്ങളിലേക്ക് കടന്നു പോകുവാൻ വിസയ്ക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസ വരട്ടെ, വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ, വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. സാമ്പത്തികമായ അഭിവൃദ്ധി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിന് തക്കവണ്ണമുള്ള വഴികൾ തുറക്കപ്പെടട്ടെ. ജോലി ചെയ്ത ശമ്പളങ്ങൾ കിട്ടാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ, അവരുടെ അധ്വാന ഫലം അവരുടെ കയ്യിലേക്ക് വരട്ടെ. ശമ്പള കുടിശ്ശികകൾ ലഭിക്കട്ടെ, ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ, വർധനവുണ്ടാകട്ടെ. ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളും തകർന്നു മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പലിശക്കടങ്ങളും അതുമുഖാന്തരമുള്ള വെല്ലുവിളികളും സ്ട്രഗിളും മാറിപ്പോകട്ടെ. വസ്തു വിൽപ്പനകൾ നടക്കട്ടെ, കച്ചവടങ്ങൾ നടക്കട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, ഭവനങ്ങൾ പണിയട്ടെ. യേശുവേ, അങ്ങ് കൂടിയിരിക്കണമേ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബങ്ങൾക്കകത്ത് മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. മദ്യത്തിനും ലഹരിക്കും അടിമകളായ തലമുറകൾ, സഹോദരി സഹോദരന്മാർ വിടുവിക്കപ്പെടട്ടെ. മക്കളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ, പുനർവിവാഹങ്ങൾ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉദരഫലങ്ങൾ ജ്വലിക്കട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന തലമുറകൾ എഴുന്നേൽക്കട്ടെ. എല്ലാ പൈശാചിക വ്യാപാരങ്ങളും തകർക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ് മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.